ആഷിഖ്, ഇന്ന് ദേശീയ പണിമുടക്കാണ്. ബന്ധാണ് അക്ഷരാർത്ഥത്തിൽ. പക്ഷേ കേരളത്തിലാണെന്ന് മാത്രം. കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കൊക്കെ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് സമരം നടക്കുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകത ഇത് അഖിലേന്ത്യാ പണിമുടക്കാണ്. പക്ഷേ മുംബൈയിലോ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ഉള്ള ആളുകളൊന്നും ഈ പണിമുടക്കിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ സാധാരണഗതിയിലാണ് ജനജീവിതം. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ജനജീവിതം സ്തംഭിച്ച അവസ്ഥയാണ്. പാർട്ടി ഗുണ്ടകൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. പാർട്ടി ഗുണ്ടകൾ അക്ഷരാർത്ഥത്തിൽ ഓരോ ഏതെങ്കിലും കടകൾ തുറന്നിട്ടുണ്ടോ, ആളുകൾ അവരുടെ സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ടോ, ഇവരെ തടഞ്ഞ് ഗുണ്ടായിസം കാണിച്ച് ഇവരുടെ ഈ പണിമുടക്ക് മഹാമഹം വിജയിപ്പിച്ചു അല്ലെങ്കിൽ വിജയിച്ചു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയുമായാണ് നടക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് വരുന്നത് രാജ്ഭവന്റെ ഫ്രണ്ടിൽ കൂടിയാണ്, തിരുവനന്തപുരത്ത്. രാജ്ഭവന്റെ ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടെ മാറി വഴിയിലേക്ക് ഇറക്കി, അതായത് പ്രധാനപ്പെട്ട റോഡിലേക്ക് ഇറക്കി ഒരു സ്റ്റേജ് ഒക്കെ കെട്ടി അവിടെ ഇനിയിപ്പോൾ പരിപാടിയൊക്കെ നടക്കും. എന്തായാലും ഇന്ന് രാജ്ഭവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർച്ചുകളൊക്കെ നടക്കും. ജനജീവിതം സ്തംഭിച്ച അവസ്ഥയിൽ. മനുജ, നമുക്ക് ആദ്യം തിരുവനന്തപുരത്തെ കേസ് തന്നെ എടുക്കാം. തിരുവനന്തപുരം തമ്പാനൂര് മെയിൻ നമ്മുടെ കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിൽ നടക്കുന്നത് ഒരു കെ.എസ്.ആർ.ടി.സി ബസ് കുറുങ്ങനെ ഇട്ടുകൊണ്ട് സ്റ്റാൻഡിലേക്ക് കയറിയ വാഹനങ്ങൾ പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇന്നലെ അർദ്ധരാത്രി 12 മണി തൊട്ട് CITU അനുകൂല സമരാനുകൂലികൾ ബസ് തടഞ്ഞ് ക്രോസിനിട്ട് കയറുന്ന വാഹനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ തടഞ്ഞിട്ടുകൊണ്ടുള്ള രീതിയിലാണ് പ്രതിഷേധം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നെയ്യാറ്റിൻകരയിൽ നിന്ന് സർവീസ് തുടങ്ങി കിളിമാനൂർ വരെ പോകേണ്ട ബസ് സ്റ്റാൻഡിൽ കയറി. നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുമ്പോൾ ഒന്നും ഒരു കുഴപ്പവുമില്ല, ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്നവരെ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാണ് ആ ഡ്രൈവർ പറയുന്നത്. പക്ഷേ തിരുവനന്തപുരം സ്റ്റാൻഡിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് ആ വാഹനം ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുമിളിയിൽ നിന്ന് വന്ന വാഹനമുണ്ട്, 2 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിയ വാഹനമുണ്ട്. ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ കെ.എസ്.ആർ.ടി.സി ബസ് കുറുകനെ ഇട്ടുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ രീതിയിലൊക്കെയാണ് ഗുണ്ടായിസം കാണിക്കുന്നത്. അതുപോലെ തന്നെ റോഡുകളിൽ ഇറങ്ങുന്ന കെ.എസ്.ആർ.ടി.സി ബസ് തെരഞ്ഞു പിടിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് നിർത്തിക്കൊണ്ട് വളരെ എന്താ പറയുക, ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുന്ന ഒരു പറ്റം പ്രവർത്തകർ. അഹ് എന്താ പണിയെടുക്കുന്നവർ അവർ എടുത്തോട്ടെ, ഇവർക്ക് അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ എനിക്ക് നിലവിൽ ഈ സമരത്തിനോട് എനിക്ക് ഐക്യദാർഢ്യപ്പെടുന്നില്ല ഞാൻ. എനിക്ക് ജോലിക്ക് വരാൻ പറ്റണം. അത് ആർക്കായാലും പറ്റണം അല്ലേ? അശികത്തൊരു ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. അതെ. റൈറ്റ് ടു ഡിസെന്റ്, എതിർക്കാനുള്ള അവകാശവും അവകാശമാണെന്ന് ഇവരെന്താ മനസ്സിലാക്കാത്തത്? പക്ഷേ ഇപ്പോ ഇന്നത്തെ സമരത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് പേര് പ്രത്യക്ഷത്തിൽ തന്നെ സമരത്തെ എതിർത്ത് പറയുന്നത് കണ്ടു. മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ സമരത്തെ ഈ BMSന്റെ അനുകൂലികളെല്ലാം ഞങ്ങൾ പോലീസ് സംരക്ഷണം തരികയാണെങ്കിൽ ഞങ്ങൾ ബസ് എടുക്കും എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് കണ്ടു. അതൊന്നും മുൻകാലങ്ങളിൽ കാണാത്ത ഒരു മാറ്റമാണ്. എന്തായാലും സമരത്തെ പ്രത്യക്ഷമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എതിർത്ത് ഞങ്ങൾക്ക് പണിയെടുക്കാൻ താല്പര്യമുണ്ട്, പോലീസ് ഞങ്ങൾക്ക് സംരക്ഷണം തരികയാണെങ്കിൽ, പ്രൊട്ടക്ഷൻ തരികയാണെങ്കിൽ നമുക്ക് ഞങ്ങൾ ബസ് എടുക്കുമെന്ന് ധൈര്യത്തോടെ പറയുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ കോഴിക്കോടൊക്കെ സംഭവിക്കുന്നത്, കോഴിക്കോട് സ്റ്റേഷൻ അത് കെ.എസ്.ആർ.ടി.സി സ്റ്റേഷൻ മാസ്റ്റർ തന്നെ സമരം അനുകൂലിക്കുന്ന രീതിയിൽ ബസ് വന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോകേണ്ട ഒരു ബസ് കോഴിക്കോട് വന്ന് അവിടുന്ന് പുറത്തിറങ്ങാൻ ഉള്ള അനുമതി കൊടുക്കാതെ ഇവിടെ സമരം നടക്കുകയല്ലേ, നിങ്ങൾ ബസ് എടുക്കേണ്ടതുണ്ടോ എന്ന രീതിയിൽ സംസാരിച്ച് അവർക്ക് പുറത്തിറങ്ങാൻ അനുമതി കൊടുക്കാണ്ട് തടഞ്ഞു നിന്നൊരവസ്ഥ. ഇവിടെ കെ.എസ്.ആർ.ടി.സിയുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഇന്നലെ മന്ത്രി KB ഗണേഷ് കുമാർ കൊടുത്ത നിർദ്ദേശമാണ് നട്ടലോട് എടുത്ത തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് സമരത്തിന് പണിമുടക്കി സമരത്തിന് പോയാൽ നിങ്ങളുടെ ഇന്നത്തെ സാലറി കട്ട് ചെയ്യും എന്ന രീതിയിലുള്ള ഉറച്ച നിലപാടെടുക്കാൻ കഴിയുന്ന ഒരാളെങ്കിലും ആ മന്ത്രിസഭയിൽ ഉണ്ട് എന്ന് കരുതി നമുക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം. കാരണം ഇന്ന് ഒരു പറ്റം കെ.എസ്.ആർ.ടി.സി തൊഴിലാളികൾ ആ ഒരു വാക്കിന്റെ ധൈര്യത്തിൽ ഇന്ന് പണിക്കിറങ്ങുകയുണ്ടായി. അത് ഒരുപാട് പേർക്ക് ഉപകാരവും പെട്ടു. കാരണം ഇന്ന് നമ്മൾ ഒരു ഒരു ബസ് ഡ്രൈവറുടെ ബൈക്ക് കണ്ടു. ഒരുപാട് പേർ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ബസ് വരുന്നത് കണ്ട് അവർക്ക് വലിയ ആശ്വാസമായി. അവർ കൈ കാണിച്ച് ഞങ്ങൾ നിർത്തിക്കൊടുത്തു, ബസ്സിൽ കയറി. പക്ഷേ പകുതി വഴിയിൽ വെച്ച് സമരാനുകൂലികൾ തടഞ്ഞു എന്ന രീതിയിലൊക്കെ. അപ്പോൾ ജനങ്ങൾക്ക് പുറത്തിറങ്ങണം. ഇപ്പോ ഒരു അല്ല, ദിവസം ഇവർ ആർക്കെതിരെയാണ് ഇപ്പൊ സമരം നടത്തുന്നത് ആശി? ലോട്ടറി തൊഴിലാളികൾ, ദിവസ വേതനത്തിന് കൂലിക്ക് പോകുന്ന ആളുകൾ. ഇവർ പ്രൈവറ്റൈസേഷന് എതിരായിട്ടാണ് സമരം നടത്തുന്നത്. ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ്. എനിക്ക് സാലറി തരുന്നത് സർക്കാരല്ല, ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. ഞാൻ ഈ സർക്കാരിലേക്ക് പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് സാലറി മേടിച്ച് നികുതി അടയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ വേണ്ട എന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഇതേ മുഖ്യമന്ത്രി പ്രൈവറ്റ് ആശുപത്രിയിലല്ലേ ചികിത്സിക്കാൻ പോയേക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സിക്കാൻ പോകുന്ന ആളുകളില്ലേ? അല്ലെങ്കിൽ സ്വകാര്യമായി ഇപ്പോൾ ഏറ്റവും നിസ്സാരമായി ഞാൻ പറയുകയാണ്, ഇൻസ്റ്റാമാർട്ട്, സ്വിഗ്ഗി, ഇത് ഓടി ദിവസവേതനത്തിന് കൂലിക്ക് പണിയെടുത്ത് വീട് നോക്കുന്ന എത്ര പേരുണ്ട്? ഇത് പ്രൈവറ്റൈസേഷൻ വന്നോണ്ടല്ലേ? ഇവർക്ക് എന്താണ് ഈ പ്രൈവറ്റൈസേഷനോട് ഇത്ര ഈ ചൊറിച്ചിലെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അടിസ്ഥാനപരമായി ഇവർ കേന്ദ്ര സർക്കാർ ഇന്നലെ അടക്കം നമ്മൾ സംസാരിച്ചതാണ് ആഷിഖ്. അതായത്
കേന്ദ്ര തലത്തിൽ നടത്തേണ്ടുന്ന ഒരു സമരം, കേന്ദ്ര സർക്കാരിനെതിരെ നടത്തേണ്ടുന്ന ഒരു സമരം ഒന്നെങ്കിൽ നിങ്ങൾ ഡൽഹി സ്തംഭിപ്പിക്കാൻ നോക്കുക. നിങ്ങൾ പ്രധാനമന്ത്രിയുടെ വണ്ടി തടയൂ. അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരുടെ അടുത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കൂ. നിങ്ങൾ അവിടെ കൃത്യമായിട്ടുള്ള എന്താ പറയാ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കൂ. ഇതൊന്നും ചെയ്യാതെ 23ഓളം സൂചനാ പണിമുടക്കുകളാണ് ഇതുവരെ നടന്നത്. ഒന്നാലോചിച്ച് 23 ദിവസങ്ങൾ ഇന്ത്യക്ക് അഖിലേന്ത്യാ പണിമുടക്ക് പറയും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് നേരെ സാധാരണക്കാരായതുകൊണ്ടല്ലേ ആശിഷ്? ഇപ്പൊ സ്കൂട്ടറിന്റെ ചാവി ഊരിക്കൊണ്ട് പോവുക. മരുന്നിന്റെ ഗോഡൗൺ അതായത് മരുന്നുകൾ സപ്ലൈ ചെയ്യുന്ന ഗോഡൗൺ തുറന്നപ്പോൾ അത് വന്ന് അടപ്പിക്കും. ജനങ്ങൾക്ക് പേടിച്ചിട്ടാണ് ഇവിടുത്തുള്ള ഓരോ കടക്കാരും ചോദിച്ചു ഒരു ദിവസം അവർക്ക് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നുണ്ടെന്ന്. എത്ര പേർക്ക് ഇന്ന് ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന 500ഉം 600ഉം 1000 രൂപയ്ക്ക് ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന എത്ര പേര് ഈ സമരത്തെ അനുകൂലിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആർക്കെതിരെയാണ് സമരം നടത്തുന്നത്? കേന്ദ്ര സർക്കാരിനെതിരെ. അതിന്റെ പഴിയും കാര്യങ്ങളും നേരിടുന്നത് ആരാണ്? ഈ നാട്ടിലെ സാധാരണക്കാരാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ വാർത്താ ദിനം നമ്മൾ ആരംഭിക്കുന്നതിന് രാവിലെ കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ വാർത്താ ചാനൽ വെച്ചിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഒരു വനിതാ നേതാവ് എനിക്ക് അവരുടെ പേരറിയില്ല. CA20 ഒക്കെ നേതാവായിരിക്കാം ഉറപ്പായും. ആ ധാർഷ്ട്യം കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. വണ്ടി അങ്ങോട്ട് ഒതുക്ക് എന്ന് പറയുന്ന KSRTC ഡ്രൈവർ വണ്ടി എടുക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന സാധാരണക്കാരാണ്. വണ്ടി എടുക്കണ്ട എന്ന് തിട്ടൂരം പറയുന്ന ഒരു വനിതാ നേതാവ്. ഒരു മാധ്യമ പ്രവർത്തകൻ ചെന്നിട്ട് സമരത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കിന് ഏറ്റവും പുച്ഛത്തോടു കൂടി മാധ്യമപ്രവർത്തകൻ കണ്ടിട്ട് എന്താ തോന്നുന്നത്? നഗരം സ്തംഭിച്ചിരിക്കുകയാണ്. സ്തംഭിച്ചിരിക്കുകയല്ല, സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള ധാർഷ്ട്യം പിടിച്ച അഹങ്കാരികളായ നേതാക്കന്മാർ ധാരാളമുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത് പാർട്ടി ഗുണ്ടകൾ. ഈ പാർട്ടി ഗുണ്ടകളെ പിടിച്ച് പുറത്തിറങ്ങിയാൽ അടി കിട്ടും. നാളെ പണി പോകും. നമ്മൾ ഇന്നലെ കേരള യൂണിവേഴ്സിറ്റി വരെ കണ്ടതാണ്. ഈ 2ാം നിലയിലേക്ക് പോകുന്ന വലിഞ്ഞു കയറുന്ന SFI കുട്ടിക്കുരങ്ങന്മാരെ കൈപിടിച്ച് കയറ്റുന്ന പോലീസുകാർക്ക് പേടിയാണ്. ഞാൻ അവരെ കുറ്റം പറയില്ല. അപ്പൊ ഭരണം കൈയാളുന്ന ആളുകൾ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാവുന്ന തരത്തിൽ ഒരു തൊഴിലാളി സർവാധിപത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവന്മാരൊക്കെ സർവാധിപത്യത്തിലേക്ക് വന്നാൽ എന്താവും അവസ്ഥ? നമ്മുടെ എതിരഭിപ്രായങ്ങൾക്ക് എന്താണ് റോൾ ഉണ്ടാവുക? അപ്പൊ വിമർശനങ്ങൾ വേണ്ടേ? വേണ്ട. ഞങ്ങൾക്ക് റൈറ്റ് ടു ഡിസെന്റ് ഞങ്ങൾക്ക് എതിർക്കാനുള്ള അവകാശമില്ലേ? വേണ്ട അതൊന്നും അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞു, നീ കേട്ടു. അതാണ് തൊഴിലാളി സർവാധിപത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർ പറഞ്ഞു വെക്കുന്ന ഏത് ആശയവും നിങ്ങൾ സമരം ചെയ്തോളൂ. പക്ഷേ സാധാരണക്കാരന്റെ നെഞ്ചത്ത് ഇന്ന് ഔഷധിയുടെ ഒരു ഗോഡൌണിലേക്കാണ് ഈ ഗുണ്ടകൾ എന്ന് തോന്നിപ്പിക്കുന്ന ഭീകരന്മാരായ CATU അനുകൂലികളാണെന്ന് തോന്നുന്നു. അവർ അവിടെ ഇരച്ചു കയറുന്നു. തോന്നുന്നൊന്നും പറയണ്ട ആയിരിക്കും. നമ്മൾ ഉറപ്പിക്കാതെ പറയണ്ടല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നു എന്ന് പറഞ്ഞത്. കാരണം അവിടെ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. കാരണം അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് പറയുകയാണ്, നിങ്ങൾ കടയിൽ നിന്ന് പുറത്തിറങ്ങ്, കട ഞങ്ങൾക്ക് അടയ്ക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് മരുന്നാണ്, ജനങ്ങൾക്ക് മരുന്ന് എത്തിക്കണം, അവശ്യ വസ്തുവാണ്, നിങ്ങൾ തടയരുത്, എനിക്ക് എന്റെ ജോലി ചെയ്യണം. അവൻ സമ്മതിക്കുന്നില്ല. നീ എന്താടാ സംസാരിക്കുന്നത്? നീ എതിർത്ത് സംസാരിക്കരുത്, നീ മിണ്ടരുത്. അപ്പോ അയാൾ വളരെ വിനയത്തോടു കൂടിയാണ് പറയുന്നത്, സുഹൃത്തെ ഇത് മരുന്നാണ്, അപ്പൊ നീ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് അവനെ വലിച്ചിറക്കുകയാണ് കടയിൽ നിന്ന്. ആരാണ് ഇവർക്ക് ഇതിന്റെ ലൈസൻസ് കൊടുത്തത്? അദ്ദേഹത്തിന് ജീവിക്കാൻ അനുവാദമില്ലേ? അദ്ദേഹത്തിന് കട തുറക്കാൻ അനുവാദമില്ലേ? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ ഇങ്ങനെയാണോ? ഇപ്പൊ നോക്കൂ, ഡൽഹിയിൽ ജനജീവിതം സ്തംഭിച്ചിട്ടില്ല, മുംബൈയിൽ സ്തംഭിച്ചിട്ടില്ല, ചെന്നൈയിൽ സ്തംഭിച്ചിട്ടില്ല. ആകെ സ്തംഭിച്ചത് കേരളത്തിലും പിന്നെ ബീഹാറിലാണെന്ന് തോന്നുന്നു. അവിടെ മാത്രം. ഇതാണോ ദേശീയ അഖിലേന്ത്യാ പണിമുടക്ക്? എന്നിട്ട് ഈ സാധാരണ ജനങ്ങൾ, ഒരു ദിവസത്തെ കൂലിക്ക് വേണ്ടി ഇറങ്ങുന്ന സാധാരണ ജനങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് ഇവര് ആരോടാണ് ഈ ധാർഷ്ട്യം കാണിക്കുന്നത്? ഇത് കേന്ദ്രത്തെ ബാധിക്കുമോ? കേന്ദ്ര ഭരണത്തെ ബാധിക്കുമോ? ഒന്നും സ്തംഭിക്കുന്നില്ല. ഇവിടെ ആകെ ഇത് ബാധിക്കുന്നത് ഈ താഴേക്കിടയിൽപ്പെട്ട അന്നത്തെ ദിവസം പണിയെടുത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ മാത്രമാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് എന്ത് നേട്ടമാണുള്ളത്? ഇത്രയും ധാർഷ്ട്യം കാണിച്ചിട്ട് ഇവർക്ക് രാജ്ഭവൻ മാർച്ച് നടത്താം, നടത്തിക്കോട്ടെ. അല്ലെങ്കിൽ ഡൽഹിയിൽ പ്രതിഷേധം നടത്താം, നടത്തിക്കോട്ടെ. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ജനജീവിതം സ്തംഭിക്കുന്ന തരത്തിലുള്ള ഈ വഴിതടയൽ സമരം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്.